വെളിപ്പാട് പുസ്തകം 2-ന്റെ 8 മുതൽ 11 വരെയുള്ള ഭാഗത്താണ് സ്മുർന്ന സഭയെക്കുറിച്ചുള്ള ദൂത് യോഹന്നാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക തുർക്കിയിലെ ഇസ്മീർ എന്ന നഗരത്തിലായിരുന്നു ആ സഭ അന്ന് സ്ഥിതി ചെയ്തിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ വിശ്വസ്തരും കഠിനമായി പീഡിപ്പിക്കപ്പെട്ടവരുമായ ഒരു സഭയായിരുന്നു ഇതെന്ന് ചരിത്രത്തിൽ നിന്നും ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭൗതിക ദാരിദ്ര്യത്തിനും കഠിനമായ കഷ്ടപ്പാടുകൾക്കുമിടയിലും ആത്മീയമായി സമ്പന്നമായി നിലനിന്നതിന് മറ്റ് ശാസനകളൊന്നുമില്ലാതെ യേശു കർത്താവ് അവരെ പ്രശംസിക്കുന്നുണ്ട്. ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയുടെ ഭാഷ മാതൃഭാഷ പോലെ ലളിതമായി മനസ്സിലാകുന്നതാണ്. റോമർ 8:17 പറയുന്നത്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിക്കണമെന്നാണ്. എല്ലാ കഷ്ടപ്പാടുകൾക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസികൾ കഷ്ടതയെ തങ്ങളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അതിജീവിച്ച് ദൈവത്തിന് സ്തോത്രം പാടുന്നത്. അപ്പോസ്തലപ്രവൃത്തി 16 ജയിലിൽ കിടക്കുന്ന പൗലോസും സീലാസും അർദ്ധരാത്രിക്ക് പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചത് അങ്ങനെയായിരുന്നു. വേറെയുമുണ്ട് തിരുവചനത്തിൽ ഉദാഹരണങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 12 നമുക്കറിയാം, പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ കിടന്നുറങ്ങുകയാണ്. ഇതൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ? 7-ാം അധ്യായത്തിൽ യഹൂദന്മാർ കല്ലെറിഞ്ഞു കൊല്ലാൻ പാഞ്ഞെടുക്കുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. കല്ലേറ് കൊണ്ടപ്പോൾ കർത്താവെ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാണനെ വിട്ട സ്തേഫാനോസിനെ ഒരുപക്ഷെ അവർക്ക് മനസ്സിലായി കാണുകയില്ല. എന്നാൽ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന അരിമനാഥന്റെ പ്രാർത്ഥന മനസ്സിലാക്കിയവനായിരുന്നു സ്തേഫാനോസ് എന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനി ആയതുകൊണ്ട് കഷ്ടപ്പാടുകൾ വേദനയില്ലാത്തതാണെന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളെ ആത്യന്തികമായി അനുഗ്രഹങ്ങൾ ആക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എബ്രായർ 2:10 പറയുന്നത്, ദൈവം തൻ്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാനാണ്. ഇതിനോട് ചേർത്ത് വേണം ഞാൻ മുൻ പറഞ്ഞ റോമർ 8:17 നമ്മൾ മനസ്സിലാക്കാൻ. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, നാം അവരോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് കഷ്ടമനുഭവിക്കണമെന്നാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയർ 1:20 പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നുവെന്നാണ്. ഇതൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയ സമയത്ത് ഈ സ്മുർന്ന സഭ വേദനയുടെ തീയും പീഡനവും സഹിച്ച് കഴിയുന്നവരായിരുന്നു. എത്രയും വേഗം അതിനൊരു അറുതി വരുമെന്ന് കരുതിയിരിക്കുമ്പോഴാ അവര് കേൾക്കുന്നത് തങ്ങളുടെ കഷ്ടവും സങ്കടവും പെട്ടെന്ന് തന്നെ വർദ്ധിക്കുമെന്ന്. അവരുടെ ഭാവി അതോടുകൂടി ഇരുണ്ടതായി കാണപ്പെട്ടു കാണും. ഈ കഷ്ടതയുടെ നടുവിലും മറ്റ് സഭകളെപ്പോലെ ഈ സഭയ്ക്ക് കർത്താവിൽ നിന്ന് വിമർശനമൊന്നും ഏൽക്കേണ്ടി വന്നില്ല എന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അവർ ചെയ്ത ഏതെങ്കിലും തെറ്റായ പ്രവൃത്തികൾ കാരണമല്ല സ്മുർന്നക്കാർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതെന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കഷ്ടതയും ദാരിദ്ര്യവും ഉണ്ടായിട്ടും ആത്മീയമായി അവർ സമ്പന്നന്മാരാണെന്ന് കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞത്. AD 313 കാലഘട്ടത്തിലാണ് റോമൻ
പീഡനത്തിൽ കൂടി സഭ കടന്നുപോയത്. എന്നാൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തില് ഏറെക്കുറെ എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവസഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു സഭയായി ഇതിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള കഷ്ടങ്ങളിൽ കൂടി സഭകളൊക്കെ കടന്നു പോവുകയാണ്. എന്തായാലും അവരുടെ കഷ്ടതയുടെ മധ്യത്തിൽ പ്രത്യാശയുടെ സന്ദേശവുമായി യേശു കർത്താവ് കടന്നു വരികയാണ്. 8-ാം വാക്യത്തിലാണ് ഈ ഭാഗം തുടങ്ങുന്നത്. അവിടെ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായ ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അവരുടെ അരികിലേക്ക് വരികയാണ്. അറിയുന്ന കർത്താവ് അവരുടെ അരികിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ അരുമനാഥൻ നമ്മെയും അറിയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ നാം കടന്നു പോകുന്ന സാഹചര്യവും അവനറിയാം. നമ്മുടെ ദുഃഖങ്ങളും നിരാശകളും വേദനകളും പ്രത്യാശയ്ക്ക് വഴിമാറാൻ യേശുവിൻ്റെ ഈ വചനം നമ്മൾ ഏറ്റെടുത്താൽ മതി. നമ്മെ അറിയുന്നവൻ നമ്മുടെ അരികിൽ നിന്ന് വന്നിരിക്കുകയാണ്. സ്മുർന്ന സഭയോട് അവരുടെ കഷ്ടങ്ങളും ദാരിദ്ര്യവും അറിയുന്നുവെന്ന് പറയുന്നതിന് മുമ്പ് യേശു ആരാണെന്ന് തന്നെ അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമാണ് ഞാൻ. നമുക്കിത് 1-ാം അധ്യായം 17 മടങ്ങിപ്പോയാൽ അവിടെ യേശുവിൻ്റെ വെളിപ്പാട് കണ്ട യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യേശു അവൻ്റെ വലങ്കൈ കൊണ്ട് യോഹന്നാനെ തൊട്ടേച്ച് പറയാ, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇവിടെ മഹാപീഠത്തിലൂടെ കടന്നു പോകുന്ന സ്മുർന്ന സഭയോടും യേശു കർത്താവ് അത് തന്നെ പറയുക. 1-ാം നൂറ്റാണ്ടിലെ സഭ, ഞാൻ പറഞ്ഞല്ലോ, കൊടിയ പീഡനത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ലായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പോലും അവർക്ക് സംശയങ്ങൾ തോന്നിയേക്കാം. അല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ അവർ മറന്നുപോയേക്കാം. മരിച്ചുപോയ ഒരാളായിട്ട് യേശുവിനെ കണ്ടേക്കാം. അവരുടെ പ്രത്യാശയായിരുന്ന യേശു മരിച്ചുപോയെന്നായിരുന്നു അവർ കരുതിയത്. ജീവിതത്തിലെ അഗ്നിപരിശോധനയുടെ നടുവിൽ പതറിപ്പോയ അവരുടെ നടുവിലേക്ക് കടന്നു വന്നിട്ട് യേശു അവരോട് ഹൃദ്യമായി പറയുകയാണ്, ശരിയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവനാണ് ഞാനെന്ന് യേശു പറയുക. ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നവരിൽ വ്യത്യസ്ത കാരണങ്ങളാൽ വിശ്വാസ ജീവിതത്തിൽ തളർന്നുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ യേശുവിന് നിങ്ങളോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ആദ്യനും അന്ത്യനുമാണ്. നമുക്കറിയാം, 1 കൊരിന്ത്യർ 15 പൗലോസ് ഇക്കാര്യം അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം എഴുന്നേറ്റവനാണ് എന്നാണ് അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യേശു ഇവിടെ അത് താനാണെന്ന് അവകാശപ്പെടുന്ന രംഗമാണ് നമ്മളിവിടെ കണ്ടത്. പഴയ നിയമത്തിൽ യഹോവയാം ദൈവം തനിക്ക് മാത്രമായി കൊടുത്തിട്ടുള്ള ചില പദവിയുണ്ട്. യെശയ്യാ 44:6 പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നോക്കണം, ഇത് യഹോവ പറഞ്ഞതാ, ഞാനല്ലാതെ ആദ്യനും അന്ത്യനും എന്ന നാമമെടുക്കാൻ പറ്റിയ ഒരു ദൈവവുമില്ലെന്ന്. പിന്നെയും യെശയ്യാവ് 48:12 നമ്മൾ കാണുന്നു, യാക്കോബേ,
ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. നോക്കണേ, ഇത് യഹോവയുടെ വാക്കുകളാ. പിതാവാം ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഗാംഭീര്യവും തുല്യമായി തന്നിലുമുണ്ടെന്നാണ് നമ്മുടെ യേശു കർത്താവ് ഈ സ്മുർന്ന സഭയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇതുകൊണ്ടാണ് സ്വർഗമഹിമകളെ വെടിഞ്ഞ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്ത് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമാണ് യേശു കർത്താവ് എന്ന് നമ്മൾ വിളിക്കുകയും ഉച്ചൈസ്വരം ഘോഷിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ പിശാചി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കും. ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട ജീവിതങ്ങൾക്ക് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാകൂ എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നാം ആരെ വിശ്വസിക്കുന്നു എന്നുള്ള വ്യക്തമായ തിരിച്ചറിവ് വിശ്വാസ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ, തരണം ചെയ്യുവാൻ നമുക്ക് ആവശ്യമാണ്. പൗലോസിനെ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നുവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ അനുദിന യാത്രയിലെ ചുവടുകൾ വയ്ക്കാൻ. ഞാൻ ആദ്യൻ എന്നവൻ പറയുമ്പോൾ സ്മുർന്ന സഭയുണ്ടാകുന്നതിന് മുൻപേ, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം തന്നെ ഉണ്ടാകുന്നതിന് മുൻപേ, എന്തിന്, എല്ലാം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ അവൻ ഉണ്ടായിരുന്നു എന്നാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. ഞാൻ അന്ത്യൻ എന്ന് പറഞ്ഞാലും ഇന്ന് കാണുന്ന സാമ്രാജ്യ ശക്തികളെല്ലാം അവസാനിക്കുമ്പോഴും, നമുക്കറിയാം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ റോമാ സാമ്രാജ്യമൊന്നുമില്ല, അത് കഴിഞ്ഞ് എത്ര സാമ്രാജ്യങ്ങൾ നശിച്ചിരിക്കുന്നു. ഇതെല്ലാം അവസാനിക്കുമ്പോഴും ഈ ലോക വ്യവസ്ഥിതി തന്നെ ഇല്ലാതെയാകുമ്പോഴും അവിടുന്ന് കർത്താവായി ഉണ്ടായിരിക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം? നാം ആശ്രയം വെച്ചിരിക്കുന്നതെല്ലാം നീങ്ങിപ്പോകുമ്പോഴും അന്ത്യനായി നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമെന്നൊരർത്ഥം കൂടി ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൊലോസ്യർ 2:9 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും യേശുവിൽ ദേഹരൂപമായി വസിക്കുന്നുവെന്നാ. അപ്പോൾ തന്നെ യേശു നമ്മുടെ ഇടയിൽ പാർത്തിരുന്നത് ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് കൂടിയായിരുന്നു. ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമുള്ള കാര്യമായത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പ്രയാസം തോന്നിയേക്കാം. യേശു മറിയയിൽ ജാതനായ എന്ന് നമ്മൾ ബുദ്ധി കൊണ്ടല്ലല്ലോ ഉൾക്കൊള്ളുന്നത്. തിരുവചന സത്യം കൃപയാൽ പരിശുദ്ധാത്മ സഹായത്താൽ ഗ്രഹിക്കുമ്പോൾ മാത്രമേ വളരെ ലളിതമായി നമ്മൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചിന്തിച്ചു നോക്കിയേ, ക്രിസ്തു ദൈവം മാത്രമായിരുന്നുവെങ്കിൽ രക്ഷയുടെ വില നൽകാനായി പാപികളായ മനുഷ്യരാശിയുടെ സ്ഥാനത്ത് മരിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തു വെറുമൊരു മനുഷ്യനായിരുന്നെങ്കിൽ അവൻ മരിച്ച മരണത്താൽ രക്ഷിക്കപ്പെട്ടവർക്ക് ഒരു ശാശ്വത രക്ഷയും ലഭിക്കുമായിരുന്നില്ല. അവന്റെ മരണം കേവലം ഒരു നല്ല മനുഷ്യന്റെ രക്തസാക്ഷിത്വമായി മാത്രമേ ലോകം മനസ്സിലാക്കിയുള്ളായിരുന്നു. മരണത്തെ ജയിക്കാൻ കഴിയാത്തവനും ശവക്കുഴിയെ വിജയിക്കാൻ കഴിവില്ലാത്തവനുമായ മനുഷ്യ ദുരന്തത്തിന്റെ ദുർബലനായ ഒരു ഇരയായി മാത്രം യേശുവിൻ്റെ ചരിത്രം ലോകം കൊട്ടിഘോഷിച്ചേനെ. മനുഷ്യാവതാരത്തിൽ ഇറങ്ങി വന്ന ദൈവം മനുഷ്യവർഗത്തിനായി ക്രൂസിൽ ബലിയായപ്പോൾ എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനുള്ള തികഞ്ഞ യാഗമായത് തീരുകയായിരുന്നുവെന്ന് തിരുവചനത്തിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചവരാണ് നമ്മൾ. അനശ്വരമായ തൻ്റെ ജീവന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകാൻ നമ്മുടെ കർത്താവിന് അധികാരമുണ്ടെന്ന് നമ്മൾ പറയുന്നത്. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. നമുക്ക് തൊട്ടു നോക്കുവാൻ കഴിയുന്ന, നമ്മുടെ സ്പർശനത്തിൽ നമ്മുടെ വേദനകൾ തിരിച്ചറിഞ്ഞ് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ദൈവമാണ്. സ്മൃത സഭയെക്കുറിച്ച് 9-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും
ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഭാവനയിൽ പോലും സ്മുർന്നയിലെ സഭയിലെ ഒരു മെമ്പറാകാൻ നമുക്ക് പ്രയാസമാണ്, പറയാനൊക്കെ എളുപ്പമാണ്. കാരണം അതുപോലെയുള്ള കഷ്ടങ്ങളിൽ കൂടി നാം ആരും ഇതുവരെയും കടന്നുപോയിട്ടില്ല. എങ്കിലും യോഹന്നാനിലൂടെ യേശു ആ സഭ സന്ദർശിച്ച ആരാധനാ ദിവസം നമുക്കൊന്ന് ഭാവനയിൽ കണ്ടു നോക്കാമെന്ന് ഞാൻ കരുതുക. അന്ന് സൂര്യോദയത്തിൽ അവർ കൂടി വന്നിരുന്ന ആ മുറിക്കുള്ളിൽ, മാളിക മുറിയൊന്നുമല്ല, ഒളിത്താവളങ്ങളൊക്കെ ആയിരിക്കാം അന്നൊക്കെ കൂടി വന്നിരുന്നത്. ആ അരണ്ട വെളിച്ചത്തിൽ വിശ്വാസികൾ ആരാധനയ്ക്കായി ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല. അവരുടെ ഇടതും വലതും ഒക്കെയുള്ള കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുക. അവിടൊക്കെ ആളുകൾ ഇരുന്നൊരിക്കൽ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും ടൂറൊന്നും പോയിരിക്കുകയല്ല കേട്ടോ. ഇന്ന് അങ്ങനെയൊന്നും അബ്സെന്റ് ആയതല്ല. ഇന്നൊക്കെ പല ആരാധനയും മുടക്കുന്നതിന് മറ്റു പല കാരണങ്ങളാണല്ലോ നമ്മളൊക്കെ കണ്ടെത്തുന്നത്. ഇവരങ്ങനെയൊന്നും ആയിരുന്നില്ല. അവരൊക്കെ വിശ്വാസത്തിനായി തടവിലോ നാടുകടത്തപ്പെട്ടോ വധിക്കപ്പെട്ടോ പോയവരാണെന്ന് ഓർക്കണം. അവിടെ കൂടിയിരുന്നവർ തന്നെ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി കർത്താവിനെ ആരാധിക്കാനായും കീർത്തനം ചെയ്യാനായും പ്രാർത്ഥിക്കാനായും തിരുവചന കേൾവിക്കായും ആർത്തിയോടെ കടന്നു വന്നവരാണ്. ഇത് നമ്മളൊക്കെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഏതൊരു മനോഭാവത്തിലാണ്. എന്നാൽ അവരങ്ങനെയായിരുന്നില്ല. ഒളിഞ്ഞും പാത്തും വളരെ താല്പര്യത്തോടെ എങ്ങനെയെങ്കിലും കർത്താവിനെ സ്തുതിക്കണം, ആരാധിക്കണം എന്ന് വെച്ച് വരികയാണ്. എന്നാൽ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്മുർന്ന സഭയുടെ പ്രസംഗപീഠത്തിൽ കയറി നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടേ. കർത്താവ് പറയുക അവിടെ നിന്നുകൊണ്ട്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അറിയുന്നു, നീ ധനവാനാകുന്നാനും ഞാൻ അറിയുന്നു. അതെത്ര വലിയൊരു കാര്യമാണ്. സ്മുർന്ന സഭയെക്കുറിച്ച് നമുക്കിന്നത് ഉള്ളതുപോലെയുള്ള കേവലം ബുദ്ധിമണ്ഡലത്തിലെ ഒരറിവായിരുന്നില്ല. ഇന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. കർത്താവോട് പറയുന്ന അറിവ് അവർക്ക് അനുവദിച്ചിട്ടുള്ള കഷ്ടതയെക്കുറിച്ചുള്ള അറിവിനെക്കുറിച്ചാണ്. അവർ അനുഭവിക്കുന്ന കഷ്ടതയിലെ ശാരീരികവും സാമ്പത്തികവും സാമൂഹികവും മതപരവുമായ പീഡനങ്ങളെക്കുറിച്ച് അവന് നന്നായി അറിയാമായിരുന്നു. അവരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുകയും വാക്കാലുള്ള ആക്രമണം നടത്തുകയും ഊരുവിലക്ക് കൽപ്പിക്കുകയും ദൂഷണം പറയുന്നതും മോശമായി പെരുമാറുന്നതും എല്ലാം അവരുടെ കർത്താവ് അറിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, റോമൻ ചക്രവർത്തിയെ അവർ ആരാധിക്കാൻ സമ്മതിക്കായികയാൽ കടുത്ത സാമ്പത്തിക ഉപരോധം അവരുടെ മേൽ നൽകിയിരുന്നു. പ്രത്യേക ടാക്സ് അവരുടെ മേൽ ചുമത്തിയിരുന്നു. അവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായിരുന്നതും കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. യേശുവിനെ ആരാധിച്ചതിൻ്റെ പേരിൽ യഹൂദ സിനഗോഗുകളിൽ നിന്നും അവരെ മുടക്കി കള്ളന്മാരെന്നിവരെ മുദ്ര കുത്തിയതോടെ പറയുന്നുണ്ടല്ലോ. യേശു അത് പറഞ്ഞിരുന്നു. എന്നാൽ യേശു അവരോട് പറയുകയാണ്, അവരല്ല, നിങ്ങളല്ല കള്ളന്മാർ, നിങ്ങളാണ് ശരിയായ യഹൂദന്മാർ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ പേരിൽ കഷ്ടം സഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ അങ്ങനെയുള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ, യേശുവിന് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, അവൻ നിങ്ങളുടെ കഷ്ടവും ദാരിദ്ര്യവും ദൂഷണവും കേൾക്കുന്നതും അറിയുന്നുണ്ടെന്ന. തീർച്ചയായും സ്മൃതക്കാരെ പോലെ നിങ്ങൾക്കും അവൻ്റെ ഈ സന്ദേശം ധൈര്യവും പ്രത്യാശയും നൽകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരുപക്ഷെ കർത്താവ് ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു, ഇനി സമാധാനത്തിൻ്റെ നാളുകളാണ് ഞങ്ങൾക്കുള്ളത്, ശത്രുവിന് തിരിച്ചു നൽകാനുള്ള സമയമാണ് ഇതെന്നൊക്കെ ആശ്വസിക്കുമ്പോഴാണ് 10-ാം വാക്യത്തില് തുടർന്ന് കർത്താവ് അവരോട് പറയുക, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നോക്കണേ, നിനക്ക് ഇനിയും സഹിക്കാനുണ്ട്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം
നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക് തരുമെന്ന് പറയുക. തന്റെ ക്രൂശീകരണ നാളുകളിലെ പീഡാനുഭവം പോലെ ഈ ഉപദ്രവവും കഷ്ടതയും തടവും പീഡനവും കൊലയും ഒന്നും കേവലം മനുഷ്യരിൽ നിന്നല്ല, യഥാർത്ഥ ശത്രു പിശാചാണെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. സാത്താന്റെ നിരന്തരമായ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുക. എങ്കിലും ഈ ഉപദ്രവം 10 ദിവസത്തേക്കേ ഉള്ളു കേട്ടോ. അത് താൽക്കാലികമാണെന്നും കർത്താവ് അവരോട് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഭയമുളവാക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് മുൻപിലുള്ളത്. എന്നാൽ ആദിയും അന്തവുമായവൻ പറയുകയാണ്, നീ പേടിക്കേണ്ട. നമ്മെ ആരറിയുന്നു എന്നതുപോലെ നമ്മോട് പേടിക്കേണ്ട എന്ന് പറഞ്ഞവൻ ആരെന്നുള്ള നമ്മുടെ അറിവും നമുക്ക് പുതിയ ശക്തി നൽകുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവിൽ നിന്ന് തന്നെ ഇങ്ങനെ നമുക്ക് കേൾക്കുവാൻ സംഗതിയാകട്ടെ. അവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. അവൻ നമ്മളോട് പറയട്ടെ, പേടിക്കേണ്ട മകനെ, പേടിക്കേണ്ട മകളെ എന്ന്. പ്രശ്നങ്ങളുടെ മുന്നറിയിപ്പ് തന്നിട്ട് നമ്മെ അങ്ങ് വെറുതെ വിട്ടേച്ചു പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവാണ്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മളോട് കൂടെ ഉള്ളതെന്ന് നമ്മൾ ഓർക്കണം. ദൈവവചനത്തിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം പരിശുദ്ധാത്മാവ് തന്നെ കുറിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ നമുക്കുള്ളതുപോലെ സ്മുർന്ന സഭയിൽ അന്ന് അവരുടെ ആരുടെയും കയ്യിൽ ഈ തിരുവചനം ഇല്ലായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് തക്ക സമയത്ത് യോഹന്നാനിലൂടെ അവരുടെ അരികിൽ വന്ന് കർത്താവ് അവർക്ക് മുന്നറിയിപ്പും പ്രോത്സാഹനവും എല്ലാം നൽകുന്നത്. ഒടുവിൽ അവർക്കൊരു വാഗ്ദത്തവും നൽകിയിട്ടാണ് കർത്താവ് പോകുന്നത്. ഇന്ന് ഈ വചനത്തിലൂടെ നിങ്ങളിൽ ആരോടാണ് കർത്താവ് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങളിൽ ചിലരെയൊക്കെയെങ്കിലും നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 11-ാം വാക്യത്തില് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് പറഞ്ഞ ഈ ഭാഗം ഇവിടെ നിർത്തുന്നത്. ഇത് സ്മുർന്ന സഭയോട് മാത്രമുള്ള അറിയിപ്പല്ലല്ലോ, ആത്മാവ് സഭകളോടാണ് പറയുന്നത്. നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഗൗരവമേറിയ ഒരു കാര്യം ഈ വാക്യത്തിലുണ്ട്. എന്താണത്? ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. 2-ാം മരണം എന്ന് പ്രയോഗത്തിന്റെ തിരുവഴുത്തിലെ ആദ്യ ഉപയോഗമാണിത്. അവിശ്വാസികൾക്ക് ഭാവിയിൽ ന്യായവിധി ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് പഴയ നിയമത്തിൽ തുടങ്ങി തിരുവചനത്തിൽ എല്ലായിടത്തുമുണ്ട്. 2-ാം മരണം അവരുടെ ശാരീരിക പുനരുദ്ധാനത്തിന് ശേഷം രക്ഷിക്കപ്പെടാത്തവരുടെ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. ദൈവമക്കൾക്ക് മാത്രമല്ല നിത്യതയുള്ളത് കേട്ടോ. 2-ാം മരണത്തിലൂടെ അവർക്കും ഒരു നിത്യത ഒരുക്കി വെച്ചിട്ടുണ്ട്. വെളിപ്പാട് 20:14 2-ാം മരണത്തിൽപ്പെടുന്ന അവിശ്വാസികൾ ചെന്നെത്തുന്ന തീപ്പൊയ്കയെ കുറിച്ച് പറയുന്നു. 2-ാമത്തെ മരണം എന്ന് പിന്നെയും 21-8 വാക്യത്തില് നമ്മളോട് ഒരു ലിസ്റ്റ് തന്നെ വായിക്കുന്നുണ്ട്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രയെന്ന് അത് 2-ാമത്തെ മരണമെന്ന് അവിടെ എടുത്തു പറയുക. കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നമ്മൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കണമെന്നുള്ളതാ. ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുക. ജയിക്കുന്നവൻ എന്നാൽ അങ്ങനെയായാൽ 2-ാം മരണത്തിൽ ദോഷം വരികയില്ല. നോക്കണേ, ജീവകിരീടം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നാം വിശ്വസ്തരായിരിക്കണം. ജയിച്ചെങ്കിൽ മാത്രമേ 2-ാം മരണത്തിൽ നിന്ന് ഉള്ള ദോഷം നമ്മളെ തട്ടാതിരിക്കുകയുള്ളൂ. ഈ മുന്നറിവോട് കൂടിയിട്ടാണ് ഈ ഭാഗം ഇവിടെ കർത്താവ് ആ സഭയോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇസ്മീറിലുള്ള ഈ സഭ ഇന്ന് അവിടെ ഉണ്ടോയെന്ന് പോലും അറിയാൻ കഴിയില്ല. കാരണം മൊത്തം ഇന്ന് ആധുനിക തുർക്കിയിൽ
0.2% ക്രിസ്ത്യാനികളാവുള്ളത്. അതിൽ തന്നെ ഇസ്താംബൂള്, അതുപോലെ ഇസ്മീർ, പിന്നെ അന്ത്യോക്യ, അന്തക്കായ് എന്ന ഇന്ന് അതറിയപ്പെടുന്നത്, ഈ സ്ഥലങ്ങളിലൊക്കെയായി 0.2% ക്രിസ്ത്യാനികൾ. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും കത്തോലിക്കരും ഓർത്തഡോക്സ് സഭകളുമാണ് അവിടെ എല്ലാം ഉള്ളത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വളരെ നാമമാത്രമായ കൂട്ടമേ ഉള്ളൂ. ഞാൻ ആ ചരിത്രം പറയാനല്ല ഇത് പറഞ്ഞത്. ഇന്ന് ഈ വചനം നമ്മൾക്ക് വേണ്ടി കൂടെയുള്ളതാണ്. ഏത് സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഏത് സാഹചര്യമായാലും കർത്താവിന് നമ്മളോട് പറയാനുള്ളത്, പേടിക്കണ്ട, നീ സഹിപ്പാനുള്ളതിനെ കുറിച്ച് പേടിക്കേണ്ട. ഇതിപ്പോൾ എന്നോട് വ്യക്തിപരമായി എന്നോട് കൂടിയുള്ള ഒരു ആലോചനയാണ്. എൻ്റെ മുൻപിലുള്ളതായ ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കറിയാം. ഈ ആഴ്ച തന്നെ, വരുന്ന ആഴ്ചകളിൽ തന്നെ നേരിടേണ്ട ഒത്തിരി കാര്യങ്ങൾ, അറിവുള്ള, ബുദ്ധി കൊണ്ടറിയാവുന്ന ചില കാര്യങ്ങൾ എനിക്കുണ്ട്. എന്നാൽ കർത്താവിനോട് വ്യക്തിപരമായി സംസാരിച്ചത് ഞാൻ ഏറ്റെടുക്കുക. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, ജീവകിരീടം നമുക്ക് വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. രണ്ടാം മരണത്തിൻ്റെ ദോഷം തട്ടാതിരിക്കേണ്ടതിന് കർത്താവിനോടുകൂടി കഷ്ടം സഹിച്ച് ജയശാലികളാകുവാൻ ദൈവമായ കർത്താവ് ഈ വചനകേൾവി മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു.